നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെ എന്ന ഒരു പ്രോഗ്രാം നാം കഴിഞ്ഞ ദിനം ആരംഭിച്ചു കഴിഞ്ഞു. വളരെ നല്ല പ്രതികരണമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നന്ദി. നിങ്ങളുടെ നാളെ തിങ്കളാഴ്ച 1199 കർക്കിടക മാസം 14-ാം തീയതി, അതായത് 2024 ജൂലൈ 29-ാം തീയതി തിങ്കളാഴ്ച. നാളത്തെ ഉദയം തൃശ്ശൂർ കാലത്ത് 6:17, അസ്തമയം വൈകിട്ട് 6:45 രാഹുകാലം പഞ്ചാംഗത്തിൽ 6 മണി എന്ന സമയത്തെ അടിസ്ഥാനമാക്കിയാണ് നിർണയിക്കപ്പെട്ടിട്ടുള്ളത്. എങ്കിലും ഉദയം 6:17 ആകയാൽ നാളെ രാഹുകാലം തിങ്കളാഴ്ച കാലത്ത് 7:47 മുതൽ 9:17 വരെയുള്ള സമയമാകുന്നു. ഇനി നാളത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാകുന്നു. ഭരണി നക്ഷത്രം കാലത്ത് 11 മണി വരെ, അതിനുശേഷം കാർത്തിക നക്ഷത്രവുമാകുന്നു. നാം ഒരു ശുഭകാര്യത്തിനും ഭരണി നക്ഷത്രം സ്വീകരിക്കാറില്ല. യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ടൈവ 7 നാൾ വിതക്കിൽ വിളയാ ഭൂമോ യാത്ര പോകിലവൻ വര എന്നാണ്. യമൻ ഭരണി, രുദ്രൻ തിരുവാതിര, അഹി ആയില്യം, മുപ്പൂരം, പൂരം, പൂരാടം, പുനൂരുട്ടാതി, തൃക്കേട്ട, ഈ 7 നാളുകൾ വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രങ്ങളാകുന്നു. യാത്ര പോയാൽ അയാൾ തിരിച്ചും വരികയില്ല. അതിനാൽ നാളെ 11 മണി വരെയുള്ള സമയം ഒരു ശുഭകാര്യങ്ങളും എൻ്റെ പ്രേക്ഷകർ ഇടപെടുന്നത് അത്ര ശുഭമല്ല. 11 മണി കഴിഞ്ഞാൽ കാർത്തിക നക്ഷത്രമാകുന്നു. ഭരണിയേക്കാൾ പ്രാധാന്യമുള്ള ഗുണകരമായ നക്ഷത്രമാകുന്നു കാർത്തിക നക്ഷത്രം. എന്നാലും സാമ്പത്തികമായ വാങ്ങൽ കൊടുക്കലുകൾക്കൊന്നും കാർത്തിക നക്ഷത്രം ഉപദേശിക്കുന്നില്ല. കൃത്രിക ഭാഗ്യമൂലാശ്ച മകാ ചിത്രാജ രേവതി. കാർത്തിക, ഭാഗ്യമുത്രം, മൂലം, മകം, ചിത്ര, രേവതി ഈ നക്ഷത്രങ്ങൾ ആദാതവ്യം ന ദാതവ്യം, വാങ്ങുവാനും പാടില്ല കൊടുക്കുവാനും പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തച്ഛേഷന്തു വിനശ്യതി, അതിൻ്റെ ശേഷം ബാക്കിയും നശിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. അതിനാൽ വാങ്ങൽ കൊടുക്കലുകൾക്ക് അനുകൂലമായ ദിനമല്ല നാളെ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നാളത്തെ തിഥിയും വളരെ ദുർബലമായ നവമി തിഥിയാകുന്നു. നവമി റിക്താതിഥിയാകുന്നു, ഒഴിഞ്ഞ തിഥിയാകുന്നു. അതിനാൽ നാളത്തെ ദിനം, നക്ഷത്രവും തിഥിയും ഒന്നും ശുഭകരമല്ല. ശുഭകാര്യങ്ങൾക്ക് ഒന്നും നാളത്തെ ദിനം നിങ്ങളെ ഡോക്ടർ മാരാർജി സജസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വളരെ അത്യാവശ്യപ്പെട്ട വല്ല കാര്യങ്ങളും വേണമെങ്കിൽ നാളെ 11 മണി മുതൽ 11:30 വരെയുള്ള അരമണിക്കൂർ സമയം ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്തെ ഉപയോഗപ്പെടുത്താം. അത് നല്ല കാലഹോരയാകുന്നു. അതിനാലാണ് ഞാൻ മനസ്സോടുകൂടി ഈ സമയം നിങ്ങൾക്ക് ഗണിച്ചു തരുന്നത്. നാളെ നിങ്ങളുടെ പ്രാർത്ഥന ഭരണി നക്ഷത്രമാകുന്നു. ഓം മഹാലക്ഷ്മിയൈ നമഃ എന്ന പ്രാർത്ഥന നാളത്തെ ദിനത്തിന് നിങ്ങൾക്ക് കൂടുതൽ കരുത്ത് നൽകുന്ന പ്രാർത്ഥനയാകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, 11 മണി മുതൽ നിങ്ങൾക്ക് കാർത്തിക നക്ഷത്രമാണ്. അതിൻ്റെ അധിപനാഗ്രഹം സൂര്യനാകുന്നു. അർക്ക ശംഭുഹു, സൂര്യൻ ശിവനാകുന്നു. ഓം നമ ശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രവും നിങ്ങൾക്ക് ഒരു പുത്തൻ ഉണർവും ഉന്മേഷവും നൽകുന്നതാണ്. ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നതും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും നാളത്തെ ഈ ദിനത്തെ കരുതലോടുകൂടി ശ്രദ്ധയോടുകൂടി വരവേൽക്കണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.